സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പഠിത്ത പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി ആണ് ഉത്തരം. KM വാസുദേവൻ നമ്പൂതിരിയാണ്. KM വാസുദേവൻ നമ്പൂതിരിയെയാണ് വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത്. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിൽ ആണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. GVHSS വിതുരയിലാണ്. GVHSS വിതുര. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രീഹരിക്കോട്ട. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാൻ. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് വായിക്കാം. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ശെന്തരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവയാണ് ശരിയല്ലാത്തത്. തന്നിരിക്കുന്നു ശെന്തരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട എന്ന ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ഇനി നാലാമത്തേത്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട് എന്നാണ് തന്നിരിക്കുന്നത്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബംഗാളി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ. രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര. ഓപ്ഷൻ എ. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയത്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? 1857 നാനാ സാഹിബ് കലാപം നയിച്ചത് എവിടെയാണ്? നാനാ സാഹിബ് കാൺപൂരിലാണ് കലാപം നയിച്ചത്. കാൺപൂർ.
ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ടിപ്പു സുൽത്താൻ. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറഞ്ഞിരിക്കുന്നു, അതും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 ആണ്. 11. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മാട്ടുപ്പെട്ടി. കോൺക്രീറ്റ് അണക്കെട്ട്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? കൊച്ചി മെട്രോ 2017 ആണ്. 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം MD വത്സമ്മയാണ്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം MD വത്സമ്മ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദ്യാതീരം. അടുത്ത ചോദ്യം, 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയിലാണ്. ഈ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകര എന്നാണ്. നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ശരിയാണ്. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കെ കൃഷ്ണൻകുട്ടി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ സി, വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ജാതിക്കുമി എന്ന കവിത രചിച്ചത്? ജാതിക്കുമി പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130 ആണ്. മുകളിൽ പറഞ്ഞവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ഇനി കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ജനസംഖ്യ കുറഞ്ഞത് വയനാട് ജില്ലയാണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? ആകെ പല്ലുകളുടെ എണ്ണം 32. സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശമേൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വിറ്റാമിൻ ഡി. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസ് ആണ്. ഓപ്ഷൻ സി, വൈറസ്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ചെറുകുടൽ. ചെറുകുടൽ. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അറിയപ്പെടുന്നത് താലോലം. ഓപ്ഷൻ എ ആണ് ഉത്തരം, താലോലം. സങ്കരയിനം തക്കാളി ഏത്? സങ്കരയിനം തക്കാളി അക്ഷയയാണ്. അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏത്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹൈഡ്രോപോണിക്സ്.
ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇക്കോളജി. ഓപ്ഷൻ സി, ഇക്കോളജി. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. ഓപ്ഷൻ എ ആണ് ഉത്തരം, വംശനാശ ഭീഷണി നേരിടുന്നവ. അടുത്ത ചോദ്യം, 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1957 KSEB നിലവിൽ വന്നു. 2000 KSEBL നിലവിൽ വന്നു. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് 1997-98 കമ്മീഷൻ ചെയ്തു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ. അടുത്തതില് KSEBL നിലവിൽ വന്നത് 2013. 2013 നവംബർ 1. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെയാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? അലസവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഓപ്ഷൻ ഡി 18. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏകാറ്റോമിക തന്മാത്ര. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഹൈഡ്രജൻ, ക്ലോറിൻ, ഹീലിയം, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹീലിയം ആണ്. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഹീലിയം. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്